ചോറിൻ്റെ കൂടാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടാണെങ്കിലും ഏറ്റവും രുചിയിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. ഏറ്റവും എളുപ്പമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേട്ടോ. സൂപ്പറാണ്. പച്ചക്കായും ചെറുപയറും കൊണ്ടുള്ളൊരു കറി. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന കുക്കറിലോട്ടേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, കടുക് പൊട്ടിച്ചെടുക്കാം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം, ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/4 കപ്പ് ചെറുപയറാണ്, കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചക്കായ അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 4 വിസിൽ 5 വിസിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കലക്കിയതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു 4 വിസിൽ 5 വിസിൽ എന്തായാലും എടുക്കണം, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കട്ടോ. എന്ത് എളുപ്പത്തിലാണല്ലോ ഈ ഒരു കറി തയ്യാറാക്കാൻ പറ്റിയത്. ഇത് ചോറിൻ്റെ സൈഡായിട്ട് വേണമെങ്കിലോ ഇനി കുറച്ച് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാലും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. എനിക്ക് കുറച്ച് കുറുകിയത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ വെറുതെ കഴിക്കാനും അടിപൊളി. അതിൻ്റെ കൂടെ ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല. ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും.